ഹേ ഗായ്സ്, അസ്സലാമലൈക്കും. നമുക്കിന്ന് രണ്ട് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഇഫ്താർ റെസിപ്പീസ് നോക്കിയാലോ. ഈ രണ്ട് റെസിപ്പീസിനും നമ്മൾ ഓൾമോസ്റ്റ് സിമിലർ ഫില്ലിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ബോൺലെസ് ചിക്കൻ പീസസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ആഡ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കാം. വെന്ത് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാലക്കുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ 2 മുളക്, ഇഞ്ചി, കറിവേപ്പില, ഉള്ളി, വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പാനിലേക്ക് എണ്ണ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെല്ലുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി സോട്ടായതിനു ശേഷം നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇഞ്ചി, കറിവേപ്പില, മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് സോട്ടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുരുമുളകും ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് മാഷ് ചെയ്തതിന് ശേഷം അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് മാഷ് ചെയ്യാം, ഇല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആക്കി എടുക്കണ്ട, കുറച്ച് തിക്കായിട്ട് എടുക്കണം. ഇനി കട്ട്ലറ്റ് തയ്യാറാക്കാൻ നമ്മളിവിടെ ബ്രെഡ് ക്രംസും 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട നമ്മൾ നല്ല വിസ്ക് ചെയ്തെടുക്കണം. ഇനി തയ്യാറാക്കിയ കട്ട്ലറ്റ് മുട്ടയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് പൊരിച്ചെടുത്താൽ മതി. സിമ്പിൾ റെസിപ്പിയാണ്.
ഇനി ഈ സെയിം മിക്സിലോട്ട് നമുക്ക് കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യാം. ഈ റെസിപ്പിക്ക് നമ്മൾ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ബ്രെഡൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് നല്ല സ്പോഞ്ച് പോലെ കിട്ടും. ആ ബ്രെഡിലേക്കാണ് നമ്മൾ ഈ ഫില്ലിങ് ചേർത്ത് കൊടുക്കേണ്ടത്. ബ്രെഡിൻ്റെ 4 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സാണ്. മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. എല്ലാ സൈഡും നല്ലൊന്ന് മുക്കിയെടുക്കണം. ഈ 2 റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.